ഇതിന്റെ ഇടയിൽ കൂടെ നല്ല രസം. ഗായ്സ് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു ഗായ്സ്. ഇഷ്ടപ്പെട്ടോ സാരി എടുക്കുന്നല്ലേ? ഹലോ ഗായ്സ്, ചിത്ര ഹലോ. ഗായ്സ് ഇന്ന് നമ്മള് എവിടെ പോകുന്നേ? ചെന്നൈ പോവാണ് ഗായ്സ്. നമ്മൾ ഇന്ന് ചെന്നൈക്ക് പോവാണ്. ചെന്നൈ പോവാന്ന് നമ്മൾ രണ്ടുപേരാന്ന് നിങ്ങൾ വിചാരിക്കും. ഞങ്ങൾ മാത്രമല്ല ചെന്നൈ പോകുന്നത്, ഞങ്ങളുടെ കൂടെ ഒരു ചെറിയൊരു ഗ്യാങ്ങും കൂടെ ഉണ്ട്. ഒരു ടീമേ ഉണ്ട്, ഒരു 10-20 പേരുണ്ട് ഗൈസ്. സോ ഒരു ട്രാവൽ ട്രിപ്പ് അല്ലേ ഗൈസ്? സാധനമാണ് ഗൈസ്. ചെന്നൈക്ക് പോകുന്ന വ്ളോഗാണ് ഗൈസ്. സോ നമ്മുടെ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങുന്നത്. ഇനി നമ്മുടെ ആ ടീമില്ലേ അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വണ്ടിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെ കയറുക, പോയിട്ട് ഒരു 2 ദിവസം ചെന്നൈയില് വൈബാക്കാൻ പോകുന്നു ഗൈസ്. അതിനുവേണ്ടി ഒരു 4 ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട്. സത്യത്തില് ഒരു ബാഗ് കൂടെ പാക്ക് ചെയ്യാറുണ്ട്, പക്ഷെ ബാഗ് ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. അപ്പൊ ചെന്നൈക്ക് എന്തിനാ ഒക്കെ പോകുന്നത് നമുക്ക് പതിയെ കാണാം. അവയെല്ലാം ഇങ്ങനെ കണ്ടിരിക്കുക ഗൈസ്. ഫുൾ ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലേ? എന്തിനാ പോകുന്നത് നമ്മൾ കാണിക്കാം. ഇതാണ് ചിത്ര ഞങ്ങളെ മിസ് ചെയ്യും തോന്നുന്നു. ഞങ്ങളെ മിസ് ചെയ്യൂലേ? അതെ ഞാൻ മിസ് ചെയ്യും നിങ്ങളെ. സമാധാനമായിട്ട് എനിക്ക് ആഘോഷിക്കാൻ എനിക്ക് വിഷമം മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് വിഷമം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഗൈസ് നമ്മൾ പാക്ക് ചെയ്ത്. ഒരു ചെറിയൊരു ട്രോളി, ഒരു ചെറിയൊരു ബാഗ്, പിന്നെ 2 ബാഗ്. അതിൽ നമ്മുടെ ഷൂവും അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ട്രോളിയിലാണ് എല്ലാ സാധനങ്ങളും. അപ്പൊ നിന്റെ ഫസ്റ്റ് ടൈം അല്ലേ ചെന്നൈയിലോട്ട്? യെസ്, ഷീ ഈസ് വെരി എക്സൈറ്റഡ് ഗൈസ്. ഫസ്റ്റ് ടൈം ഗോയിങ് ടു ചെന്നൈ. എൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല. ഞാനൊരു 2-3 വർഷങ്ങളായിട്ട് ചെന്നൈയിലായിരുന്നു പണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് 1 to 2 ഇയർ കഴിഞ്ഞിട്ടാണ് ഗൈസ് തിരിച്ച് ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പോൾ അതെ, ഇവളുടെ കൂടെ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മള് ചില്ലായിട്ട് വൈബായിട്ട് വരാം ഗൈസ്. ഇവൻ എങ്ങോട്ടാ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീ എയർപോർട്ടിലേക്കാണോ? എയർപോർട്ടിലേക്കാണ് ഗൈസ് ബൈ. നീ എങ്ങോട്ടാടാ? വിചാരം എന്താ? നീ ട്രിപ്പ് മോഡ് ഇപ്പഴേ ഓണായോ? നിന്റെ ഈ ഹെഡ്സെറ്റ് ഒക്കെ തിരിച്ചു വരുമ്പോ ഉണ്ടാവോ? ഇത് കൊണ്ടുപോയ കാര്യം നീ മറന്നു പോന്ന എനിക്ക് തോന്നുന്നത്. രാത്രി തണുപ്പ് ചെന്നൈയിലോ? അപ്പൊ നീ ജാക്കറ്റ് എടുത്തിട്ടില്ല? നേരത്തെ ചോദിച്ചല്ലേ? വേണ്ടായിരിക്കല്ലേ? ഉറപ്പാണോ? ഗൈസ് നമ്മൾ ആര്യാസിൽ വന്നു ഫുഡ് കഴിച്ചിട്ട് പോവാ അല്ലേ? ദഹി പപ്പടി ചാറ്റ്. അതൊന്നും വേണ്ട, ഇപ്പൊ ഫുഡ് കഴിക്കുന്ന സമയമാണ്. നല്ല ഫുഡ് കഴിക്കണം. ബാക്കിയോ പിന്നെ ഓക്കെ. നമ്മുടെ ഫുഡ് വന്നു. ഗീ റോസ്റ്റ്. ദിസ് ഇസ് ഗീ റോസ്റ്റ്. ദിസ് ഇസ് പൊടി റോസ്റ്റ്. ഓൾവേസ് മൈ ഫേവറേറ്റ് പൊടി റോസ്റ്റ്. പൊടി റോസ്റ്റ് കുറച്ച് കരിഞ്ഞു പോയി ഗൈസ്, മൊരിഞ്ഞതാ. ഇത് ഗീ റോസ്റ്റ്. ഇത് നല്ല രസം, ഇത് നല്ല കളറുണ്ട്. എൻ്റെ പൊടി റോസ്റ്റ് കുറച്ച് കരിഞ്ഞു പോയി ഗൈസ്. എന്താ കഴിക്കാൻ പോവാ? സാമ്പാർ ഇതിൽ ഒഴിക്കുക ചെയ്യുന്നത്. കഴിക്കാൻ പോകണോ? ഓക്കെ. സോ ഗൈസ് നമ്മൾ വണ്ടി വന്നിട്ടുണ്ട്. അതിൽ ബാഗൊക്കെ കയറ്റാൻ പോകുന്നു. യെസ്. എടാ ഇവര് വന്നപ്പോ തന്നെ എന്തോ കഴിക്കാണ് ഗൈസ്. നമുക്ക് തരാണ്ട് സാധനങ്ങളൊക്കെ കയറ്റുന്ന ഗൈസ്. പക്ഷെ ഇവിടെ ഭയങ്കര ഇരുട്ടാ, അതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. ഇവൻ ആ സാധനം കയറ്റുന്നത് നോക്കി നിൽക്കുവോ? പാവം കൊച്ചു. നിന്നെ നോക്കി ഒരാൾ നിൽക്കുന്നു. ഞാൻ കൊച്ചി വിടുവാണ് ഗൈസ്. ഇനി കൊച്ചിയിലേക്ക് ഞാനില്ല. അതാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് നല്ലത്. ദിവസത്തേക്ക് ഞാനില്ല.
വേഗം കെട്ടി പൊക്കോണം, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. നമ്മുടെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റുന്നത് ഇത്രയും വെക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രണ്ടിൽ വെക്കാം. ബാക്കിയുള്ളവരുടെയോ? ബാക്കിയുള്ളതൊക്കെ ഫ്രണ്ടിൽ വെക്കാം. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. പുണ്യാലൻ. നമ്മൾ പുണ്യാലനാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നം വരില്ല ഗൈസ്. അല്ലേ? നമ്മളെ ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. പുണ്യാലൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. പോവാം. ബാബാ കേറ്. ഗൈസ് നമ്മൾ വണ്ടിയിൽ കയറാൻ പോകുന്നു. KC ആണ് ആദ്യം കയറിയത്. ഇതിലേ കൂടെ കയറാൻ പറ്റുമോ? ഇതിലേ കൂടെ കയറാം. ഗൈസ് നമ്മൾ കുറച്ച് അഡ്വഞ്ചർ. ചെരുപ്പ് അത് KCയുടെ ചെരുപ്പാണോ അനിറ്റിൻ്റെ ചെരുപ്പാണോ? ആ, അനിറ്റ് കയറുന്ന മുമ്പ് ഇത് ഒരു ക്ഷേത്രത്തിൽ കയറുന്ന പോലെ, അമ്പലത്തിൽ കയറുന്ന പോലെ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടാണ് കയറുന്നത്. ആ എവിടെയെങ്കിലും ഇരുന്നോ? ബാക്കിൽ ഇവിടെ ബാഗ് ഉണ്ട്. അല്ല, ബാഗ് ഇട്ടൊക്കെയാണ് ഗൈസ് ഇവിടെ സീറ്റ് പിടിക്കുന്നത്. ലാപ്പ് അത് സീറ്റ് പിടിച്ചല്ല. ഇവിടെ നീ പ്രസ് ഇട്ടിരുന്നു? അല്ല വേണ്ട, ഇവിടുന്നു. ഞാൻ ഇവിടെ ഇരിക്കാം. ഹലോ, ഹായ് ഹായ് പറയൂ. ഹായ്. ഇതാണ് നമ്മുടെ KC, ഇതാണ് നമ്മുടെ പിള്ളേ. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് പൂമണിയുടെ ഫ്രണ്ടാണ്. ആയിരുന്നു, എല്ലാരും പരിചയപ്പെടണം. അഫ്രോസ് ആണോ? അഫ്രോസ് ആണോ? അഫ്രോസ് എന്ന് പറഞ്ഞ എനിക്കൊരു ഓഫീസിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മെയിൽ ഫ്രണ്ട് ആയിരുന്നു. ഹീസ് എ മെയിൽ. എന്താ ഇംഗ്ലീഷ്? ആ, ഹീസ് എ മെയിൽ എന്ന് പറഞ്ഞ. അനിറ്റ് എന്താ ചെയ്യുന്നത്? അത് ആ സാധനം അവിടെ പ്രസ് ചെയ്യണം. ആ, അവിടെ ഇവിടെ പ്രസ് ചെയ്ത് എവിടെയാന്ന് ചോദിച്ചോ. ഇതെന്താടാ? ഇതെന്താ? ആ, കട്ട് ഫ്രൂട്ട്സ്. ഗൈസ് നമുക്ക് പോകുമ്പോ വിശക്കും, അതുകൊണ്ട് നമ്മള് പുറത്തുനിന്നുള്ള ഫുഡൊന്നും നമ്മള് കൂടുതൽ എടുക്കാറില്ല. അതുകൊണ്ട് രാവിലെ തൊട്ട് കുത്തിയിരുന്ന് കട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇത്രയും വലിയ ബോക്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഫുള്ള്, അതെ, നമ്മള് ഫുള്ള് ഹെൽത്ത് ഓറിയന്റഡ് ഫുഡ് മാത്രം. ഇവന് വേണ്ട ജംഗ്ഷനിൽ ഇതിന്റെ കടയായിരുന്നു. ഇതാണ് ഗൈസ് പണ്ട് ജംഗ്ഷനിൽ മറ്റേ ഉപ്പിലിട്ടത് അതൊക്കെ വെക്കുന്നത്. ആ, ഇത് മാത്രം മതി. ഗൈസ് ഇവര് ഗെയിംസ് കളിക്കുന്നു ഗൈസ്. കുഞ്ഞു പിള്ളേരുടെ കൂടെ തോറ്റു ഗൈസ്. കോൺസെൻട്രേഷൻ കുറവാണ്. കൊച്ചിന്റെ കോൺസെൻട്രേഷൻ പോകുന്നെന്നാ പറഞ്ഞേ. തോറ്റാ റിച്ചു അല്ലേ ഇവളെ തോറ്റത്? ഓ, കുഞ്ഞു പിള്ളേരുടെ കൂടെ തോറ്റ്. കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെന്ന് പാവം. എന്നിട്ടും ജയിച്ചു റിച്ചു. ആ, ഓക്കെ. അതെ, അതാരാണ്? ലേസർ ഷോ. മഴ ഇവിടെ മഴ. സ്മോക്ക് വേണ്ട. ഗായ്സ് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു ഗായ്സ്. ആരും കാണാൻ പറ്റുന്നില്ല. കാർബൺ മോണോക്സൈഡ് അല്ല, വേറെന്തോ ആണ്. ഇതിന്റെ ഇടയിൽ കൂടെ നല്ല രസം. ഇതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് പറ്റില്ല. ജനലും പകലും തുറന്ന് പുക പുറത്ത് കളയേണ്ടതാണ്. പുക പോയി ഗൈസ്, പുകയെല്ലാം പോയി, എല്ലാം നോർമൽ മോഡിലോട്ട്. ഒരു മണിക്കൂർ കഴിഞ്ഞു ഗൈസ്. നമ്മുടെ പാട്ട് കച്ചേരി തുടങ്ങാൻ പോകുന്നു. കച്ചേരി കല കട്ട്. അമ്മ മനസ്സ് മുറ്റത്തെ തുളസി
എന്താ പരിപാടി? മോമോസ് വാങ്ങി തരാന്നല്ലേ മോമോസോ? ടോബി ഡേ കഫേ. നമ്മളൊരു ടോബി ഡേ കഫേ എന്ന് പറഞ്ഞ കഫേയിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് ഗൈസ്. എന്തിനാന്ന് വെച്ചാൽ അല്ല നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആ പാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് ആർട്ടിഫിഷ്യൽ എയർ AC അത് നമുക്ക് കിട്ടുന്നതുകൊണ്ട് പുറത്ത് ഉള്ള കാറ്റ് കിട്ടുന്ന കുറച്ച് സമാധാനമാണ്. അതൊന്നും പുറത്തിറങ്ങാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ നോക്കുക. അല്ലേ കഴിക്കാനൊന്നും വേണ്ട. കഴിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് രാത്രി ട്രാവൽ ഒന്നാമത് ഇഷ്ടമല്ല. അതിൽ തന്നെ കഴിച്ചിട്ട് കയറിയാ ഭയങ്കര പ്രശ്നം. എന്തത്? പുളിമുട്ടായി കഴിക്കുവോ? ഇത് ഇഷ്ടോ? ആഹാ, എന്നാ വാങ്ങിച്ചോ, 2 കൂടെ എക്സ്ട്രാ വാങ്ങിച്ചോ. തീർന്നില്ലേ ഗ്യാസ്? നമ്മൾ പുളിമുട്ടായാണ് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും വാങ്ങാൻ കിട്ടിയില്ല ഇവക്ക്. പുളിമുട്ടായി വാങ്ങാനാണ് കിട്ടിയത്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഇറ്റ്സ് ആക്ച്വലി നൈസ് എന്നാ പറയുന്നത്. കുറേ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ഓണർ ഓൾ ഇന്ത്യ ട്രാവലർ ലോറി അങ്ങനത്തെ എല്ലാ സർവീസിനും വേണ്ടി വിളിക്കാം. പുണ്യാലൻ ട്രാവൽസ്. യെസ്, പുണ്യാലൻ ഡിലൈറ്റ്. കോണ്ടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. നമ്മളിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഗെയിമാണ്. ഏതാ ഗെയിം? അത് ഗെയിം ഏതാ? ചമ്മന്തി. യു ഡോണ്ട് നോ? ഇറ്റ്സ് എ കോക്കനട്ട്. കോക്കനട്ട് ചട്നി. വൈ? I like coconut chutney. അതിൽ ആര് ജയിക്കും നമുക്കിപ്പോ കാണാം. +2. ഓ ഗൈസ്, നമ്മളിപ്പോ സേലത്തിലാണ്. സേലം എത്തിയിട്ടില്ല. 100 കിലോമീറ്ററാ? ഞാനിവിടെ സേലം എന്നാണല്ലോ കണ്ടത്. ഓക്കെ ഗൈസ്, നമ്മൾ സേലം എത്തിയിട്ടില്ല. സേലം എത്താൻ ഒരു 100 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഉറക്കം വരുന്നോണ്ടാ ആദി? കുറച്ചു നേരം ഉറങ്ങുമായിരുന്നല്ലേ? കുറച്ചു നേരം ഇല്ലേ? കണ്ണടച്ചിരിക്കുമായിരുന്നു. ഉറക്കമൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി വണ്ടി സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് എല്ലാവരും ഒരു ചായ കുടിക്കുന്നു ഗൈസ്. തണുക്കുന്നുണ്ടോ ആദി? തണുക്കുന്നുണ്ടോ? നമ്മൾ രാത്രി ഇറങ്ങുന്നുണ്ടോ? മോർണിംഗ് ചെന്നൈയിൽ എത്തുമ്പോൾ ഭയങ്കര ഹോട്ടായിരിക്കും, നല്ല ചൂടായിരിക്കും. അപ്പം നമ്മൾ ഓർക്കും അത് ഈ ഒരു രാത്രി ഇറങ്ങുന്നത് നല്ലത് സത്യം പറഞ്ഞാൽ. എന്താ വെച്ചാൽ ഈ ഒരു തണുപ്പും കിട്ടും. നമ്മൾ മോർണിംഗ് ഉച്ചയ്ക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. ഇവരെന്താ ഇത്ര ചിരിക്കുന്നേ? ഇവർക്കെന്താ പറ്റിയത് ഗൈസ്? ഇവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താ പട്ടിയാണോ? എന്തോ പറ്റിയിട്ടുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. കണ്ണിലടിക്കുന്ന വെയില്. ഹലോ ഗൈസ്, നമ്മൾ എവിടെ എത്തിയത് ഗൈസ്? ഞങ്ങൾ ഉളുന്തൂർപേട്ടയിലെത്തി. ഉളുന്തൂർപേട്ട് വെല്ലയൂർ അവിടെയാണ് ഗൈസ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂറും കൂടെ ഉണ്ട് നമ്മൾ ചെന്നൈയിലെത്താൻ വേണ്ടിയിട്ട്. 11 എത്തുമായിരിക്കും. ഒരു 3-3.5 മണിക്കൂറുണ്ട് നമ്മുടെ ലൊക്കേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. ചെന്നൈ എത്താൻ വേണ്ടി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ എന്തോ മതിയെന്ന് തോന്നുന്നു. ഉളുന്തൂർപേട്ടയിൽ നിന്ന് ഒരു 2 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ചെന്നൈയിലെത്തും ഗൈസ്. തമിഴ്നാട് എത്തി വൈബൊക്കെ വന്നു തുടങ്ങി. പക്ഷേ എന്താ പ്രശ്നം? ബ്രഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഗൈസ്. അതെ ഗൈസ്, ഇവക്ക് ബ്രഷ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറിലല്ല. ഞാനും ബ്രഷ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളിവിടെ ഒരു കടയിൽ സ്റ്റോപ്പ് ചെയ്തു. ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റ് പോലെ ഒരു ചായ എന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു കടയിൽ സ്റ്റോപ്പ് ചെയ്തു ഗൈസ്. ചായ കുടിക്കുന്നുണ്ടോ? എനിക്കും ചായ കുടിക്കാറായിട്ടില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേറെ കടയിൽ സ്റ്റോപ്പ് ചെയ്യൂലേ? നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേറൊരു അതെ, നമുക്ക് ഏതായാലും എവിടുന്നാ കഴിക്കുന്ന നമ്മൾ ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്? എവിടുന്ന? ഹോട്ടലിൽ നിന്ന്. അതൊരു നല്ലൊരു ഉത്തരവാണ് ഗൈസ് നമുക്ക് കിട്ടിയത്. ഇതുപോലത്തെ ഒരു ഉത്തരം പറയുന്ന മണ്ടന്മാര് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. തമിഴ്നാട് വന്നിട്ട് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മൾ കഴിക്കണം. ഞാൻ പറയുന്നത് ശർവണ ഭവൻ. എടുക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എടുക്കുന്ന ആൾ.
എവിടെ ആംസ് എവിടെ? ഇതാണ് ഗൈസ് തമിഴ്നാട്ടിലെ ബസ്. ഇതാണ് ഗൈസ് തമിഴ്നാട്ടിലെ കാഴ്ചകൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് കാഴ്ചകളാണ്. ഈ പട്ടിയില്ല, ഈ പശുവിനെ അയച്ചു വിടും. അവിടെ നെല്ലുണ്ട്, പാടമുണ്ട്. ഇതൊക്കെ സ്കൂൾ ബസ്സാണ് ഗൈസ്. പിന്നെ ഇപ്പൊ വേറെ 2-3 സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. തമിഴ്നാട്ടിലെ പട്ടി. ദിസ് ഈസ് മോർണിംഗ് തമിഴ്നാട്ടിലെ അവസ്ഥ. എന്താന്ന് വെച്ചാൽ എല്ലാരും ഇങ്ങനെ അപ്പച്ചന്മാര് അടങ്ങിയിരിക്കും. അപ്പച്ചന്മാര് മോർണിംഗ് ഇങ്ങനെ വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് നല്ലൊരു കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. മോർണിംഗ് ഒരു 8 ആയതുള്ളൂ. 8 മണിക്കേ ഇവർ എന്നിട്ട് വന്നു ഗൈസ്. പിന്നെ ഇതാണ് ഇവിടെ ഒരു പുള്ളി ദോശ ആക്കുന്നുണ്ട്. ദോശ അല്ല, ഇഡ്ഡലി ആക്കുന്നുണ്ട്. എന്താ കഴിക്കാൻ പോകുന്നത്? ചായയും വടയോ? ഇപ്പോഴല്ലേ കുറച്ചു മുമ്പ് ഒരു ദോശ കഴിച്ചത്, അത് ദഹിച്ചു. ചെന്നൈ വന്ന വട വേണം. വടയാണ് KCയുടെ മെയിൻ. വട ഇഷ്ടമാ? വടയ്ക്കാകെ പിറന്നവൻ ഗൈസ് ഇയാള്. KCക്ക് വട വേണമെന്നാണ് പറയുന്നത്. ഇവിടെ ചൂട് ഇഡ്ഡലി കൊണ്ടുവരുന്നു ഗൈസ്. ഇഡ്ഡലി കഴിക്കുന്ന ദോശയില്ല വേറെ എന്തെങ്കിലും കഴിക്കുന്ന? ഇഡ്ഡലി കഴിക്കാം. അത് കഴിഞ്ഞ് നോക്കാം ഗൈസ്. നമുക്ക് ഇഡ്ഡലി വന്നിട്ടുണ്ട്, നല്ല ചൂട് ഇഡ്ഡലി. 2 ഇഡ്ഡലിയാണോ? 2 അല്ല, 4 ഇഡ്ഡലി. 4 ഇഡ്ഡലി. അമ്മയ്ക്കാണോ? ഇഡ്ഡലി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതാ സാമ്പാർ ഗൈസ്. നമുക്ക് 4 ടൈപ്പ് ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്. കഴിച്ചോക്ക്. കളർഫുൾ ആക്കി അങ്ങോട്ട്. ഇഡ്ഡലി നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ടേ. നിന്റെ കളർഫുള്ളാ? അത് വേണ്ട, അത് ഇഡ്ഡലിപ്പൊടി, അത് എടുക്കണ്ട. ഓയിലാ കളറായിട്ട് വെക്കാനാ? എൻ്റെ പോലെ അതന്നെ, നിന്റെ പോലെ തന്നെ. കോഫി പറയാം. ഇവിടെ ടോയ്ലറ്റ് ഉണ്ടോ? ഇവിടെ ടോയ്ലറ്റ് ഉണ്ടോ? ഉണ്ടല്ലേ, എന്നാ കുഴപ്പമില്ല, കോഫി പറഞ്ഞു. ഗൈസ്, നമ്മുടെ കൂടെ വന്ന അനിറ്റിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അതിനു വേണ്ടി ഒപ്പിച്ച പരിപാടിയാണ് ഗൈസ് ഇത്. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് ചെയ്യാം. ഇവർക്കൊക്കെ കേക്ക് കൊടുത്തിട്ട് പോവാം. മേത്തൊന്നും തേക്കണ്ട, ഇതൊന്നും വാങ്ങണ്ടായിരുന്നു മണ്ട. കേക്ക് മാത്രം പൊടിച്ചാൽ മതി. എന്നാ അത് വേണ്ട, നീ പാർട്ടി പോപ്പ് മാത്രം പൊട്ടിക്കാം. ആണോ? ഗൈസ്, നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോവാ അനിറ്റ് ആൻഡ് ഫാമിലിക്ക്. നമുക്ക് അവർ വന്നിട്ട് ഈ സാധനമൊക്കെ പൊട്ടിച്ചിട്ട് ഒരു കേക്ക് പൊടിച്ചിട്ട് പോവാ ഗൈസ്. അല്ലേ റിച്ചു? ഇതാണ് നമ്മുടെ കേക്ക്. ഇവിടെ പെട്ടെന്ന് സെറ്റാക്കിയ ഒരു കേക്കാണ് ഗൈസ്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ആനിറ്റ്. അവർ വിളിക്കാൻ വേണ്ടിയിട്ട് അവൻ പോയിട്ടുണ്ട്. ആണോ? എന്തിയാ സാധനം? എന്തി ആന്നോ? ഇതെന്തിനാ നമ്മൾ കേക്ക് മുറിക്കുന്നത്? ഗൈസ്, പുള്ളിയുടെ അഭിനയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈസായിട്ട് അനിയത്തിനെ കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സർപ്രൈസ് ആയി. അത് കണ്ടോ? അവരുടെ ഡ്രസ്സൊക്കെ ആവും. അത് മതി. ഈ പരിപാടി ഫുള്ള് ഒപ്പിച്ചത് പിള്ളേ ആൻഡ് ടീംസ് ആണ് ഗൈസ്. ഹാപ്പി ആനിവേഴ്സറി. മതി. അവിടെ പോയി അടിക്കേ, അനിറ്റിനെ അടിക്കേ. അത് പൊട്ട്. ഫൈനലി ഈ സാധനം പൊട്ടിയിരിക്കുന്നു ഗൈസ്. പൂമണിയുടെ പരിപാടിക്ക് ഇത് പൊട്ടിക്കാൻ പറ്റി. അവിടെ പൊട്ടാത്ത സാധനം ഇവിടെ പൊട്ടിച്ചിരിക്കുന്നു. തമിഴ്നാട് വന്ന് പൊട്ടിച്ചിരിക്കുന്നു ഗൈസ്. ഇതെന്താ കാണിക്കുന്നേ? എടുക്ക്, ഒരു പീസ് എടുക്ക്. കൊടുക്ക്. അങ്ങനെ കൊടുക്ക്. ഹാപ്പി 9th ആനിവേഴ്സറി.
8th ആണോ? ഓ 8th ആനിവേഴ്സറി. തലമുത്ത ചേച്ചി അമ്മച്ചി കൊടുത്തോ? 35 വയസ്സുള്ള കേസി ആണ് ഇപ്പൊ നമ്മള് കേക്ക് കൊടുക്കാൻ പോകുന്നത്. ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. 26 വയസ്സേ ഉള്ളൂ. കല്യാണം ആലോചിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ സെറ്റായി കൊടുക്കാം, അന്വേഷിക്കുന്നു. അതാണ് നല്ല ചെക്കനാണ്. ഇനി ബാക്കി എല്ലാരും എടുക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നു. ലോകമേ തിരുന്നു കാണുവാൻ. അത് അവരുടെ അങ്ങനെ കൊടുത്തോ? നിങ്ങൾ കഴിക്കുവോ കേക്ക്? അല്ലെങ്കിൽ അവരുടെ ബോക്സ് അങ്ങനെ കൊടുത്തു അവരാർക്കേലും? ആ ഗൈസ്, നമ്മൾ ചെന്നൈയിലെത്തി. ഞാൻ വരണോ? അടിക്കോ നീ? കൊറേ നേരെ നമ്മള് ടോളില് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടി പോകുന്നില്ല. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഗൈസ്, അത്യാവശ്യമായിട്ട് ടോയ്ലറ്റ് പോകാനുണ്ട്. അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ബട്ടർഫ്ലൈയിൽ കയറില്ലേ? നമ്മളൊരു ബട്ടർഫ്ലൈ ബ്രിഡ്ജും കൂടെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്നു ഗൈസ്. അതും കൂടെ കാണിക്കാം. ചെന്നൈയിലെ ബട്ടർഫ്ലൈ ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടോ നീ? കണ്ടിട്ടുണ്ടോന്ന്? കടലല്ല, കായല്. പൂമ്പാറ്റ. ചെന്നൈയിലെ ബട്ടർഫ്ലൈ ബ്രിഡ്ജ്. എവിടെ? എവിടെ? എടാ വന്നിട്ടില്ലടാ മണ്ട. ബട്ടർഫ്ലൈ ബ്രിഡ്ജ് കാണിച്ചു തരാം ഗൈസ്. ഇതിന്റെ മുകളിൽ കാണുന്നതാണ് ബട്ടർഫ്ലൈ ബ്രിഡ്ജ്. ഇതിന്റെ അടിയിൽ കൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ഇതാടാ ബട്ടർഫ്ലൈ ബ്രിഡ്ജ്. ബട്ടർഫ്ലൈ ബ്രിഡ്ജിന്റെ അടിയിലാണ് നമ്മൾ പോകുന്നത്. എന്നാ പൂമണി? ഞങ്ങള് പൂമണിയുടെ അവിടെ എത്തി. ഇനി പൂമണിയുടെ സെലിബ്രേഷൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്നാ പൂമണി പഴയ ഡ്രസ് പോട്ടിട്ടേ പുതുസ ഫുള്ള് വർക്കാ? ഹലോ മതി, വിശക്കുന്ന? എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, മീൽസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ ഫുഡ് എന്താ? ரொம்ப സൂപ്പർ ആയിരുന്നു പറ. പറ తెలుగు ఆడియన్స్. హౌ వాస్ ద ఫుడ్? చాలా బాగు. അടിപൊളിയായിരുന്നു അല്ലേ? വേറെ ലെവൽ. ഇഷ്ടപ്പെട്ടില്ലേ? തമിഴ് സൂപ്പർ. പൂമണി കല്യാണത്തേക്ക് ഫുഡ് സൂപ്പർ സൂപ്പർ. എന്നാ നമുക്ക് പോവല്ലേ ഗൈസ്? നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. ഇങ്ങനെ ഇറങ്ങും, ഉറങ്ങണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. എന്നിട്ട് പോയി അത് കഴിഞ്ഞിട്ട് വേണം പൂമണിയുടെ എൻഗേജ്മെന്റ് വൈകിട്ട്. ശരിയാണല്ലോ. അത് അവനെ കണ്ണനെടുത്ത് വെക്കട്ടെ. വാ, ഇതേ കണ്ണ ഇങ്ങ് പാടാ. ഗൈസ്, ഇതാണ് അനിരുദ്ധ് കണ്ണൻ. അനിരുദ്ധ് കണ്ണൻ ഫേമസ് പേഴ്സൺ ഇൻ ചെന്നൈ. ഇതാണ് നമ്മുടെ ഗൗതം. ചെന്നൈയിലെ വേറെ ലെവൽ ടീംസ് ആണ് ഇവര്. നമുക്ക് പൂമണി എടുത്തു തന്ന റൂം നമ്മൾ കാണിച്ചു തരാം. ഏതോ ഒരു കാട്ടിൻ്റെ അകത്ത് ഏതോ ഒരു അറ്റത്ത് കൊണ്ടുവന്ന് ഒരു റൂം എടുത്ത് തന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. കാർ എവിടെ ഇടും? കാറ് ഇവിടെ ഇട്ടോ, നമുക്ക് സാധനം ഇറക്കിയിട്ട് നമുക്ക് നോക്കാം. വേറെ ഇടാൻ സ്ഥലം ഉണ്ടോ കാർ? പാപ്പം അനി എന്താണ് നനച്ച് കിട്ടുന്നത് ഗൈസ്? ഇത് ഏതാ സാധനം എന്നറിയോ? ഇതാണ് നമ്മൾ ഇത്രയും ദൂരം കൊണ്ടുവന്നൊരു സാധനം. അതിൻ്റെ അവസ്ഥ കണ്ടോ? ഹലോ ഗൈസ്, മിറർ വ്യൂ. ഞങ്ങൾ ഇന്ന് ഇപ്പം മിറർ വ്യൂവിലാണ് ഗൈസ്. സോ നമ്മള് ചെന്നൈയിലെത്തി കിടന്നു ഉറങ്ങി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. നമ്മുടെ പ്ലാന് നമ്മളിപ്പോ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു ഗൈസ്. പോവല്ലേ?
എൻഗേജ്മെന്റ് ആണ് ഗൈസ്. ഇന്ന് ടുനൈറ്റ് പൂമണിയുടെ എൻഗേജ്മെന്റ് ആണ്. അത് നമ്മൾ ഇനി അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാം. എന്തൊക്കെയായിരിക്കും ഈ തമിഴ്നാട് സ്റ്റൈൽ എൻഗേജ്മെന്റ് എങ്ങനെയായിരിക്കും, ലൈക്ക് അവരുടെ കോസ്റ്റ്യൂം, ഫുഡ്, സാധനങ്ങൾ അറേഞ്ച്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. അതെ, ഫസ്റ്റ് ടൈം ആണ് ഇവള് ഒരു തമിഴ്നാട് കൈൻഡ് ഓഫ് ഒരു മാരേജ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ കുറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് പോയിട്ട് കാണാം. നമ്മള് ലോക്ക് ചെയ്തിട്ട് ഓക്കെ അതൊക്കെ ഒരു മിനിറ്റ്. അപ്പൊ അത്ര ഉള്ളു ഗൈസ്. ഇനി ബാക്കിയുള്ളതൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. നമുക്ക് അതിന് മുമ്പ് കുറച്ച് പരിപാടി ഒക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യാം. അതല്ലേ ഓക്കെ. മണി നമുക്ക് എടുത്തു തന്നൊരു റൂം സ്റ്റേ Airbnb ആണ് ഗൈസ്. ഇവിടെ ആടിക്കളിക്കുന്നത് കണ്ടോ? ഇതെന്താ ഇത്? കുഞ്ഞാളോ? ആ, ഇതില് കുറെ നേരമായിട്ട് ഒരു വാവ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു വാവ ഇതില് കുറെ നേരമായിട്ട് വന്ന് കേറിയപ്പോ തൊട്ട് കിടക്കുന്നുണ്ടായിരുന്നു. വന്ന് കേറി ഇതില് ഇരുന്നപ്പോഴേ ഉറങ്ങിപ്പോയി ആ വാവ. ഇതാണ് ഗൈസ് ഒരു റൂം. ഈ റൂമിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ബെഡ്, നമ്മുടെ കുറച്ച് സാധനങ്ങൾ എല്ലാം ആരംഭാക്കിയിട്ടിട്ടുണ്ട്. ഒന്നും വിചാരിക്കരുത് ഗൈസ്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഞാൻ ഇതേപോലെ അവിടെ വേറൊരു റൂമുണ്ട്, അതിൽ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. സോ ഇതൊരു വലിയൊരു വീടാണ് Airbnb. താഴെ ഡൈനിങ് ഉണ്ട്, അതിൻ്റെ അവിടെ കിച്ചൺ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. 3 ഫ്ലോറാണ് ഗൈസ്. മുകളിലൊരു ഒരു ടെറസ് ഉണ്ട്. അവിടെ നല്ല വ്യൂ ഉണ്ട്. റൂമുണ്ട്. അത് വലിയ വൃത്തിയില്ല, അത് ഭയങ്കര പൊടിയാണ് ഗൈസ്. സോ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. ഗൈസ് ഞങ്ങളിപ്പോൾ ചെന്നൈയിലെ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു നാടൻ വൈബ്, ഒരു നാട്ടുപുറത്ത് പോയ പോലെ ചെന്നൈയിൽ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ചെന്നൈ എന്ന് പറഞ്ഞാൽ അതിന്റെ സിറ്റി കൾച്ചർ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതുപോലത്തെ വഴിയൊന്നും കണ്ടിട്ടില്ല. സൈഡിൽ നിങ്ങൾ വീടൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു വീടുണ്ട്. ഇതൊക്കെ ഞാൻ പണ്ടേ കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ട് ചെന്നൈയിലുണ്ടായിരുന്ന ഒരു 1-2 വർഷം 3 വർഷമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വിപ്രോയിൽ ഇതേപോലെ എൻ്റെ മറ്റേ PGന്ന് നടന്നു പോകുന്ന ഇതേപോലെ രാവിലെ ഇങ്ങനെ ഓഫീസിൽ പോകാൻ വേണ്ടി നടന്നു പോയിട്ട് അങ്ങനെ നടന്നു വരും. അപ്പൊ ഇങ്ങനെയൊക്കെ വാ അതൊന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. നീ എന്തിനാണ് മൈൻഡ് ആക്കുന്നത്? അവിടെ 3 ഉണ്ട്. എനിക്ക് ഈ സ്ട്രീറ്റ് ഡോഗ്സ് കുറച്ച് സീനാണ് ഗൈസ്. സ്ട്രീറ്റ് ഡോഗ്സിനെ പേടിച്ച് ഒരാൾ അമ്മയെ അയ്യോ എന്നൊക്കെ വിളിക്കുന്നു. അതെ, വീഡിയോ ആണ് ഗൈസ്. നമ്മള് കണ്ണന്റെ കാറിലെത്തി. കണ്ണ എങ്ക പോറോം? பூமணியோட ஃபிளாட்ல லைட்லாம் போட்டு ஓட்டுக்கண்ணா ரோடு. எப்படி தெரியும் உனக்கு? மலையாளத்துல பேசு. ஏய் என்னடா ஃபுல் ஹேண்ட் ஸ்லீவ், ஃபுல் ஸ்லீவ் செருப்பெல்லாம் போட்டுருக்க. இதை இவனை பார்க்கலையே. டேய் இவனோட ஒரு மாப்பிள்ளை கெட்டப்ல இருக்கான். கௌதம பார்க்கலையே நீங்க? டேய் என்னடா எல்லாம் இவ்ளோ, நான் நினைச்சு இவ்ளோ பெருசா இருக்கு. நான் ஷூ கூட போடாம வந்துட்டேன்டா. சும்மா சின்னதா ஒரு ப்ரோக்ராமா இருக்கும்னு நினைச்சு. ஒரு நீ செலிபிரிட்டி, நீ என்ன பண்ணாலும் சரிதான். நான் சிம்பிளா வந்தாலே நல்லா தான் இருக்கும். ഗൈസ് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അതെ വണ്ടിയൊക്കെ വരുന്നു, വാ പോയേക്കാം വേഗം. ഇതാണ് ഗൈസ് സിറ്റി കഫേയിലാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. ചായ എന്നടാ ഇത്? ഇപ്പതാണ്ട ഫുള്ള് ഗൈസ്. ഇതാണ് ഇവന്മാരുടെ ലുക്ക്. നീ യാറ് ഉണക്ക് കല്യാണം മാറിയേ ഇരിക്കടാ ഗൈസ്. എന്റെ ലുക്ക് കണ്ട ഭയങ്കര ഞങ്ങളുടെ ലുക്ക് ഇന്ന് എൻഗേജ്മെന്റിനുള്ള ലുക്ക്. എന്റെ ലുക്ക് ഞാൻ ഷൂ പോലും ഇട്ടിട്ടില്ല ഗൈസ്. ഇതാണ് ഗൈസ് ചെന്നൈയിലെ ചായ. ചിയേഴ്സ്. ഡിഫറൻസ് ഉണ്ട്. ഇത് ചെന്നൈയിലെ ചായയാണ്, നമ്മളെ നാട്ടിലെ ചായ ഞാൻ പിന്നെ കാണിച്ചത്. ചെന്നൈയിലെ ചായയുടെ സ്പെഷ്യൽ എന്നടാ சொல்றா? മധുരം കൂട്ടിയിട്ട് പാല് കുറച്ചാ നല്ല സൂപ്പറാ ചായ പോട്ട് കൊടുപ്പാங்களா? 20 கிளாஸ் ചായ தான் ചെന്നൈയിലെ സ്പെഷ്യൽ. ഞങ്ങൾ ചെന്നൈ ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നതാണ് പറയുന്നത് കണ്ണൻ. ഇന്ന് രാത്രി ഫുള്ള് മിഡ് നൈറ്റ് ബിരിയാണി. മിഡ് നൈറ്റ് എന്നെല്ലാം കിടക്കുന്നുണ്ടോ ചെന്നൈയില്? மிட்நைட் கலமாரி, மிட்நைட் ஃபிஷ், மிட்நைட் ஸ்குவிட் எல்லாமே கிடைக்கும். ஏய் ஸ்குட் சும்மா சொல்றா, அடிச்சு விடுறான் பாரு. என்னடா சொல்ற?
ചുമ്മാ അടിച്ചു വിടാണ് ഗൈസ്. അവൻ എന്തൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ദിവസം ഫുൾ ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് ആയിരിക്കും ഗൈസ് വിത്ത് അനിരുദ്ധൻ ആൻഡ് കണ്ണൻ ആൻഡ് ടീം. ഗൈസ് നമ്മളെ നാളത്തെ പരിപാടിക്ക് ഒരു സാരി നോക്കാൻ വേണ്ടി വന്നു അല്ല അതി. ജസ്റ്റ് നമുക്ക് സാരി ഇതൊക്കെ ഒന്നും സെറ്റ് ആയില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ നോക്കൂ. ലാസ്റ്റ് മൂമെന്റിലാണ് ഗൈസ് നമ്മൾ സാരി ഒക്കെ നോക്കുന്നത്. സിൽക്ക് സാരി, ആ സിൽക്ക് സാരി ആ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സാരി നോക്കാണ്. ആണോ? ലൈഫിൽ ആദ്യമായിട്ടാണ് നോക്കുന്നേ? നോക്ക് എന്താ അറിയോ നോക്കാൻ. ഈ കളറില് വേറെ വേറെ കളറുകളുണ്ട്. ഈ കളർ ആ അങ്ങനത്തെ വേണം എടുക്കാൻ. ഉണ്ടോ നോക്ക് നീ അതിൽ കളർ നോക്ക് എന്തെങ്കിലും ഉണ്ടോ. നമ്മളിവിടെ കുറേ സാരി ഉണ്ട്, അത് ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം. ഈ ബ്ലൗസിൻ്റെ കളറിന് സെറ്റ് ചെയ്ത് നമ്മൾ എടുക്കണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാസ്ക്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല, അപ്പോൾ മുകളിൽ നമ്മൾ ആ ബുദ്ധിയുള്ള ആരോ ഇവനാണ്. ഇവൻ ഇവിടുത്തെ സ്റ്റാഫൊന്നും അല്ല ഗൈസ്, നമ്മുടെ ബഡ്ഡിയാണ് ബഡ്ഡി. ഗൈസ് നമ്മളൊരു സാരി എടുത്തിട്ടുണ്ട്, അത് ചേരുമോ ഇല്ലയോന്നൊന്നും നമുക്കറിയില്ല. അത് നമ്മൾ മോസ്റ്റ്ലി ഒരു കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് ഒരു സാരിയാണ്. നാളെ അത് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഇടും, അല്ലെങ്കിൽ ഇല്ലെങ്കിലും അത് ഇടും. അത് തന്നെ ഇടും, അത് തന്നെ ഇടും. ഓക്കെ, എന്നാൽ നമുക്കിത് കഴിഞ്ഞിട്ട് പോവാം. അവിടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു നമുക്ക് പോണ്ടേ. പറ എന്താ സാരി ഇഷ്ടപ്പെട്ടോ? സാരി എടുക്കുന്നല്ലേ ഗൈസ്. നമ്മൾ സാധനം വാങ്ങിയിട്ട് നേരെ നമ്മൾ ഹാളിലേക്ക് പോവാ. അവിടെ പരിപാടി എല്ലാം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. വേഗം പോവാ ബാ ഗൈസ്. പൂമണിയുടെ എൻഗേജ്മെന്റ് പരിപാടിക്കാണ് നമ്മൾ വന്നത്. ഇതാണ് അശ്വിത വെഡ്സ് പൂമണി കണ്ടൻ. ഫൈനലി ദ പൂമണി കണ്ടന്റെ നിയമം ഇവിടെ എത്തി ഗൈസ്. നമുക്ക് പോവാം. നമ്മളെ പിള്ളേരൊക്കെ അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടേ ഗൈസ്. നമുക്ക് പൂമണിയിലൊക്കെ ഇട്ട് കാണാം. ഓ നല്ല തിരക്കുണ്ടല്ലോ. ഇത്രയും പേരുണ്ട് നമ്മുടെ ഫ്രണ്ടില്. ഇത് ഫോട്ടോ എടുത്തിട്ട് വേണം നമുക്ക് പോയി ഫുഡ് കഴിക്കാൻ. കുറേ പേരുണ്ട്. പൂമണി നിന്ന് തീരും. പൂമണിയുടെ കയ്യിൽ എന്തൊക്കെയോ കൊടുത്തിട്ടൊക്കെ പോകുന്നുണ്ട്. പൂമണിയുടെ എൻഗേജ്മെന്റ് ഗൗതത്തിന്റെ കോസ്റ്റ്യൂം അല്ലേ? വേറെ ലെവലാ இருக்கடா. எங்கிருந்து வாங்குனது சொல்லு. வாங்கினியா? ஷோபாவா? ஷோபால இருந்து vlog அதுக்கு தான்டா அட்வர்டைஸ்மென்ட் கொடுத்துட்டு இருக்காங்க. ஷோபால இருந்து வாங்குனேன். ஷோபால எடுத்தது பூமணி என்கேஜ்மெന്റ്. അതിനു വേണ്ടി ഇത് തന്നെ പുതുസാ, ഇത് വാങ്ങുന്നതാ പുതുസാ. എല്ലാം പുതുസ്. இன்னைக்கு என்னென்ன பண்ண ഔട്ട്ഫിറ്റ് വർത്ത് ഔട്ട്ഫിറ്റ് കോസ്റ്റ്. ഏയ് നശിക്കല്ലേ അവൻ പറയട്ടെ. ഇതെവളോ 1500. ഇത് കൂടെ ഫ്രീ. ഫ്രീ ആണ്. ഇത് പാന്റ് 1500 സെറ്റ്. ഓക്കെ. ഇത് ഷൂ 1000. ഇത് 1,50,000. സ്പെക്സ് கையில வேற. இனி மேரேஜுக்கு என்ன அவுட்ஃபிட் பிளான் பண்ணியிருக்கேன்? நாளைக்கு பூமணியோட சேம் ட்ரெஸ் உனக்கு. பூமணி ஹாப்பி என்கேஜ்மெண்ட் டே. பூமணி என்ன கழுத்துல எல்லாம் நிறைய இருக்கு. வெளியே உள்ள போடுறா உள்ள போடு. ஒன்ன தூக்க அவுட்ஃபிட் வரத்த சொல்றியா? ஏய் ലൈവ്. ഓക്കെ നമുക്ക് പതിയെ അങ്ങനെ മാറാം. ഹായ് ദിസ് ഇസ് അനിരുദ്ധൻ പിള്ളൈ. എല്ലാരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഗൈസ്. മുത്തുപ്പാണ്ടി കോട്ട. ഇത് ദിസ് ഇസ് ഗൗതം. This is KC, the manager of this trip.
മൂത്തോൻ ഞാൻ ബാക്കിൽ നിൽക്കാം ചെരുപ്പിട്ടിട്ടില്ല പോടാ നിന്നെ ഗിഫ്റ്റ് ആണോ സാധാരണ കല്യാണത്തിന് ഗിഫ്റ്റ് കൊണ്ട് പൂമണി കല്യാണച്ചക്കര് കൊടുക്കുക ചെയ്യാം നമ്മൾ അങ്ങനെയല്ല നമ്മൾ അവിടെ വാങ്ങിത്തരാം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു ഇന്ന് രാത്രി ഫുഡ് എന്തൊക്കെ ആയിരിക്കും അത് ഒരു ഐഡിയ ഇല്ല പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഒരു നോൺ വെജ് കഴിക്കണമെന്നുണ്ട് പക്ഷേ ഇവിടെ നോൺ വെജ് കിട്ടൂല ഫുഡ് എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് വെജാണ് ഗൈസ് പക്ഷേ ചില വെജിന് നോൺ വെജിന്റെ ഫീലുണ്ട് അതായത് അതിന്റെ മസാലയൊക്കെ നോണിന്റെ പോലെ ഉണ്ടാവും വെജ് ആയിരിക്കും അതിന്റെ മെയിൻ ആയിട്ട് ഫസ്റ്റ് നമുക്ക് വന്ന ബോളിയാണ് ബോളി വെള്ളം ഒഴിച്ചല്ലേ കൊടുക്കുന്നത് മാൽഗോവ ഇതിന്റെ പേര് മാൽഗോവ ആ മാൽഗ്രോ അല്ല ഗുജറാത്തി സ്വീറ്റ് ആണ് ഗൈസ് മാൽഗോവ 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 ബോവ ആ ഓക്കെ ഗൈസ് മാറിപ്പോയി മാൽഗോവ ആണ് വേറെ സാലഡ് ടേസ്റ്റ് ഉണ്ടോ സ്വീറ്റ് ആണോ അത് ആ അത് ഈ ഇലയിൽ എന്തൊക്കെയാ ഉള്ളത് ചിക്കനാ മീൽ മേക്കർ സോയാബീൻ ഇത് ചിക്കനാന്ന് ഓർത്തെ ഗൈസ് ഇത് ചിക്കൻ അല്ലേ സോയ ആ അല്ലടാ ഇത് ചിക്കൻ എന്താ ഗൈസ് ഇത് ചിക്കൻ ആണോ സോയ ആണോ നമുക്ക് മനസ്സിലാവുന്നില്ല കഴിച്ചു നോക്കാം സോയ അത്ര ടേസ്റ്റാ ഞാൻ കഴിച്ചു ഞാൻ സ്വീറ്റ് ആയതുകൊണ്ട് കൂടുതൽ എടുത്തില്ല ഗൈസ് ഇതാണ് അവള് പറയുന്ന സാധനം പക്ഷെ ഭയങ്കര സ്വീറ്റ് അത് ദോശ ഉണ്ട് റൈസ് ഉണ്ട് കുറേ സ്വീറ്റ് ഉണ്ട് കുറേ സൈഡ് ഉണ്ട് ഗൈസ് ഇതെല്ലാം കഴിക്കണം നല്ല വിശപ്പാണ് കഴിക്കാൻ പോകണം ഗൈസ് ആദ്യം നമുക്ക് ദോശയിൽ നിന്ന് തുടങ്ങാം ദോശയും ഇതും കൂട്ടി പീനട്ട് ചട്നി എൻഗേജ്മെന്റ് ആൻഡ് പരിപാടി എല്ലാം കഴിഞ്ഞു അല്ലേ ഞങ്ങൾ മൂക്കുമുട്ടത്ത് നിന്ന് ഇവിടെ നടക്കാൻ പറ്റാണ്ട് വെജ് നിന്നിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല ബട്ട് സ്റ്റിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കേണ്ടി വന്നു നമ്മൾ റൂമിലേക്ക് പോകുന്നു ഗൈസ് വേറെ അതർ പ്ലാൻസ് ഒന്നും ഇല്ല കഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കഴിക്കാൻ പോയിരിക്കും ഓക്കെ അതാ ഇപ്പൊ ആദ്യം റൂമിൽ പോവാം പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം ഗൈസ് ഞങ്ങൾ റൂമിലേക്ക് പോവാണ് ഗൈസ് പൂമയുടെ എൻഗേജ്മെന്റ് പാർട്ടി എല്ലാം കഴിഞ്ഞു അല്ലേ നമ്മൾ ഇന്നലെ രാത്രി വരെയൊക്കെ ഉറങ്ങിയിട്ടില്ല ഒരു 10:15 എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. അതെ നമ്മുടെ മോർണിംഗ് ആണ് പൂമയുടെ മാരേജ്. മോർണിംഗ് ഒരു 5-6 മണിക്ക് 6:30ക്കാണ്. അപ്പൊ നേരത്തെ എന്നിട്ട് റെഡി ആവാം അങ്ങനെയൊക്കെ. ഇപ്പൊ ഒരു 5 മണിക്ക് എണീക്കേണ്ടി വരും. ഇപ്പൊ തന്നെ സമയം ഒരു 11 മണിയായി. അപ്പൊ ഇനി 4 മണിക്കൂർ കൂടെ ഉള്ളൂ. ഇന്നലെ ആണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. അപ്പൊ 4 മണിക്കൂർ 5 മണിക്കൂറും കൂടെ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് രാവിലെ എന്നിട്ട് പോവാം. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ബാക്കിയുള്ളത് നെക്സ്റ്റ് വെഡിങ് വ്ളോഗിൽ കാണാം. നെക്സ്റ്റ് ഡേ 2 കാണാം ഗൈസ്. അപ്പൊ ഇന്നത്തെ അത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ അല്ലേ? അപ്പൊ അടുത്ത വെഡിങ് വ്ളോഗുമായിട്ട് ഡേ 2 കാണാം ഗൈസ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യല്ലേ? ബൈ ഗൈസ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം. ബൈ ഗൈസ്.